തൃശൂർ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശം. പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. പാത്രാമംഗലം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തണ്ടിലം റോഡിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടർ 60 ഇഞ്ചായി ഉയർത്തിയതോടെ പുത്തൂർ, നടത്തറ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി തുടങ്ങി. പ്രദേശത്തെ ജനങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. ദേശീയപാത മുടിക്കോട് വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. ചരക്ക് കയറ്റി വന്ന ലോറി മുടിക്കോട് സർവീസ് റോഡിലെ കുഴിയിൽ അകപ്പെട്ടതിനെ തുടർന്ന് തകരാറിലായതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. വാഹനങ്ങൾ വരിയായാണ് കടത്തിവിടുന്നത്. പാണഞ്ചേരി പഞ്ചായത്ത് 2-ാം വാർഡ് സൈലന്റ് നഗർ അസോസിയേഷന്റെ വീടുകളിലും സൈലന്റ് നഗറിലൂടെ കടന്നുപോകുന്ന ചെമ്പൂത്ര പട്ടിക്കാട് റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാണഞ്ചേരി പഞ്ചായത്ത് 2-ാം വാർഡ് സൈലന്റ് നഗർ അസോസിയേഷന്റെ വീടുകളിലും സൈലന്റ് നഗറിലൂടെ കടന്നുപോകുന്ന ചെമ്പൂത്ര പട്ടിക്കാട് റോഡിലും വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മുളങ്ങുന്നത്തുകാവിലും അകമലയിലും ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിജി വിവരങ്ങളുമായി ചേരുന്നു. ജിജി, നമുക്കറിയാം ജില്ലയിൽ 2 ദിവസമായി തുടരുന്ന മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെങ്ങനെയാണ് സ്ഥിതി? തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രൂക്ഷമായ വെള്ളക്കെട്ട് എല്ലായിടത്തും തുടരുകയാണ്. വിയ്യൂർ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. പെരിങ്ങാവ് തോടും നിറഞ്ഞു കവിഞ്ഞ പ്രദേശത്തെല്ലാം രൂക്ഷമായിരിക്കുകയാണ്. വീടുകളിലെല്ലാം വെള്ളം കയറി കഴിഞ്ഞു. 15 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരോടും ഉടൻ തന്നെ മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ്. നെട്ടിശ്ശേരി പാടത്തും പരിസര പ്രദേശങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇവിടെയുള്ള വീടുകളിലും വെള്ളം കയറി. റോഡ് ഗതാഗതം ഏകദേശം താറുമാറായ അവസ്ഥയിലാണ്. കുറ്റിമുക്ക് പ്രദേശത്തും രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. പെരിങ്ങാവ് റോഡിലെ വാഹന ഗതാഗതം വാഹനഗതാഗതം നിയന്ത്രിക്കാനായി റോഡ് അടച്ചിരിക്കുകയാണ്. ചേറൂർ പെരിങ്ങാവ് റോഡിലും വെള്ളം രൂക്ഷമാണ്. കട്ടച്ചിറ തോട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. സമീപത്തുള്ള അമ്പലത്തിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. പുഴയോരത്തുള്ളവരോട് മാറി താമസിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താണിക്കുടം പുഴയിൽ നിന്നും രൂക്ഷമായ വെള്ളം അധികം ഒഴുകിയെത്തുന്നതിനാൽ പ്രദേശത്തെല്ലാം രൂക്ഷമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു അപായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്.